പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിദ്യാർത്ഥികൾക്കെതിരെ അശ്ലീല പരാമർശമുണ്ടെന്ന് എഫ്ഐആറുമുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ഈ വിവാദ പരാമർശം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് നടത്തിയത്. അതിലായിരുന്നു പരാതി ഉയർന്നത്. നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്? സ്വാതി, നിലവിൽ തിരുവനന്തപുരം സ്വദേശിയും അതിനോടൊപ്പം തന്നെ യങ് ഡെമോക്രാറ്റ്സ് എന്ന സംഘടനയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് അബ്ദുൾ കാസിമിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ CJP സമരത്തിനെതിരെ വളരെയധികം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ ഒരു പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടെയാണ് കൂടിയാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. കലാപാഹ്വാനം, അതിനോടൊപ്പം തന്നെ അധിക്ഷേപം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഈ FIR-ൽ ഗുരുതര പരാമർശങ്ങളാണ് ടി.ജി. മോഹൻദാസിനെതിരെ ഉള്ളത്. കാരണം പൊതുസമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി, അതിനോടൊപ്പം തന്നെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് FIR-ൽ ടി.ജി. മോഹൻദാസിനെതിരെ ഉള്ളത്. അതിനോടൊപ്പം തന്നെ 2 യൂട്യൂബ് ദൃശ്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ പത്രിക എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ മുഖേന പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നോട്ടീസ് നൽകുമെന്നാണ് സൈബർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയോ പോലീസ് തെളിവെടുപ്പ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് കടക്കുക. അതിനേക്കാൾ ഉപരി വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്വാഭാവികമായിട്ട് കോടതിയിൽ പോയാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി.